നമസ്കാരം. KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദ്യാക്ഷരത്തിന്റെ പുണ്യം തേടി കുരുന്നുകൾ. ജില്ലയിൽ ഹരിശ്രീ കുറിച്ചത് ആയിരങ്ങൾ. നാടിനെ കണ്ണീരിലാഴ്ത്തി പിഞ്ചുകുഞ്ഞുങ്ങളുടെ വിയോഗം. തളങ്കര മാലിക് ദിനാർ കുളത്തിൽ മുങ്ങി മരിച്ച കുട്ടികൾക്ക് അന്ത്യാഞ്ജലി. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കീഴടങ്ങിയെന്ന BJP നേതാവ് കെ സുരേന്ദ്രൻ. ലീഗിന്റേത് സാമുദായിക അജണ്ടയാണെന്നും സുരേന്ദ്രൻ. ജനങ്ങളിൽ ആവേശത്തിരയിളക്കി ജനനേതാക്കൾ ജില്ലയിൽ. സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് ചിഹ്നം മാറിയതായി സ്ഥാനാർത്ഥിയുടെ പരാതി. കാഞ്ഞങ്ങാട് നഗരസഭയിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പരാതിയുമായി രംഗത്ത് വന്നത്. വാർത്തകൾ വിശദമായി. വാഗ്ദേവതയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ജില്ലയിൽ മിക്ക ക്ഷേത്രങ്ങളിലും വൻ ഭക്തജന തിരക്ക്. വിജയദശമി നാളായ വെള്ളിയാഴ്ച ജില്ലയിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. പുലർച്ചെ തുടങ്ങിയ ചടങ്ങ് ചിലയിടങ്ങളിൽ വൈകുന്നേരം വരെ നീണ്ടുനിന്നു. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. കൊറക്കോട് ശ്രീ ആര്യ കാർത്യായനി ക്ഷേത്രത്തിൽ ഹരിശ്രീ കുറിക്കാൻ നിരവധി കുരുന്നുകൾ അതിരാവിലെ തന്നെ എത്തി. കുരുന്നുകളുടെ കരച്ചിൽ കൊണ്ട് മുഖരിതമായിരുന്നു കുറെ നേരം ആര്യ കാർത്യായനി ക്ഷേത്രം. അതുപോലെ കാലാകാലങ്ങളിൽ നടത്തിവരാറുള്ളതുപോലെ ഈ വർഷവും താളിപ്പടുപ്പ് വീര സാവർക്കർ ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വിദ്യാരംഭം കുറിച്ചു. നിരവധി കുട്ടികൾ ഇവിടെ സന്നിഹിതരായി. ആയുധപൂജയും വെള്ളിയാഴ്ച തന്നെയായിരുന്നു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് A ಕೇಶವ ಉದ್ಘಾಟನೆ ചെയ്തു. ಆ ಹೆಸರನ್ನು ಉಳಿಸಿಕೊಂಡಿದ್ದಾರೆ. ನಮ್ಮ ಸಮಾಜಕ್ಕೆ ಬರುವ ಯಾವ ಸವಾಲನ್ನು ಎದುರಿಸಲು ತಯಾರಾಗಿರುವಂಥ ಒಂದು ಯುವಕರು ಈ ಕೇಳುಗುಡ್ಡೆಯಲ್ಲಿ ಇದ್ದಾರೆ ಎಂಬುದು ತುಂಬ ಸಂತೋಷದ ವಿಷಯ. ಇವತ್ತು ನಾವಿಲ್ಲಿ ಸೇರಿರುವುದು ವಿದ್ಯಾರಂಭದ ಈ ಸುದಿನ. ಅದೇ ರೀತಿಯಲ್ಲಿ ಆಯುಧ ಪೂಜೆಯ ಒಂದು ಕಾರ್ಯಕ್ರಮವು. K. വസന്ത അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത്, ശിവപ്രസാദ്, ലീലാവതി ടീച്ചർ, സത്യഭാമ ടീച്ചർ, മുരളീധരൻ, പവൻകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദുമ ഉദയമംഗലം ക്ഷേത്രത്തിലും ചട്ടഞ്ചാൽ മഹിഷ്യമർദിനി ക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. പ്രാർത്ഥനയ്ക്കെത്തിയ സഹോദരങ്ങൾ കുളത്തിൽ മുങ്ങി മരിച്ചു. നാട്ടക്കൽ കുന്നിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ അപകടം നടന്നത്. തളങ്കര മാലിക് ദിനാറിൽ സിയാറത്തിനെത്തിയ സഹോദരങ്ങളായ പിഞ്ചുകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. മംഗലാപുരം നാട്ടിക്കൽ സ്വദേശികളായ അൻവർ രേഷ്മ ദമ്പതികളുടെ മക്കളായ മുഹമ്മദ് അൽതാഫ്, മുഹമ്മദ് ആതിഫ് എന്നിവരാണ് മരിച്ചത്. ദസറ ആഘോഷങ്ങൾക്ക് സ്കൂളിന് അവധിയായതിനാൽ ഉമ്മ രേഷ്മയ്ക്കൊപ്പമാണ് കുട്ടികൾ തളങ്കര മാലിക് ദിനാറിൽ എത്തിയത്. പ്രാർത്ഥനയ്ക്കിടയിൽ 2 കുട്ടികളും കുളക്കടവിൽ എത്തിയതായിരുന്നു. കുട്ടികളെ കാണാതായ ഉമ്മ അന്വേഷിച്ച് കുളക്കരയിൽ ചെന്നപ്പോഴാണ് മുങ്ങിത്താഴ്ന്ന കാഴ്ച കണ്ടത്. ബഹളം വെച്ചപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന ആളുകൾ എത്തി കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിഞ്ചുകുട്ടികളുടെ ദാരുണ മരണം ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചു വരുന്നതായി BJP നേതാവ് കെ സുരേന്ദ്രൻ. പ്രസ് ക്ലബ് ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ തീരുമാനമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും കെ സുരേന്ദ്രൻ. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന CPM നേതാവ് പിണറായി വിജയന്റെ അഭിപ്രായം അവസരവാദപരമാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പ്രസ് ക്ലബിന്റെ ജനസഭ 2015 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ഒരു മതേതര കക്ഷിയാണ് എന്നുള്ള നിലപാടുമായി CPIM രംഗത്ത് വന്നത് കരുതിക്കൂട്ടിയുള്ള അവരുടെ നീക്കമാണ്. തങ്ങളുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണിത്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും
ഒരുപോലെ എതിർക്കണമെന്നാണ് CPIM അവരുടെ തത്വാധിഷ്ഠിത നിലപാടായി എല്ലാ കാലത്തും കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ നിലപാടിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയത അപകടകരമല്ല എന്നുള്ള നിലയിലേക്ക് അവർ മാറിയത് സമീപഭാവിയിൽ മുസ്ലിം ലീഗുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കാനുള്ള സഖ്യമുണ്ടാക്കാനുള്ള അവരുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ ഏതാണ്ട് 8ഓളം പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിൻ്റെയും CPIMൻ്റെയും നേതൃത്വത്തിൽ BJPക്കെതിരായിട്ടുള്ള പൊതു സ്ഥാനാർത്ഥികൾ ഇതിനോടകം രംഗത്ത് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് പോലെയാണ് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ ഒരു പഞ്ചായത്തിലും കോൺഗ്രസ് ജയിക്കരുതെന്നതാണ് മുസ്ലിം ലീഗ് പറയുന്നത്. 2012 ഫെബ്രുവരി 26 ശേഷം മുസ്ലിം ലീഗ് കൂടുതൽ താലിബാൻ നിലപാടുമായാണ് മുൻപോട്ട് പോകുന്നതെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. മലബാറിലെ UDF നേതൃത്വത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും UDFൽ നടക്കുന്നത്. ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭരണകക്ഷിയുടെ പ്രമുഖ നേതാക്കളെല്ലാം പരിശ്രമിച്ചിട്ടും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ വരുതിയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു പഞ്ചായത്തിലും കോൺഗ്രസ് ജയിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ ഒരു പഞ്ചായത്തിൻ്റെയും ഭരണം ഇത്തവണ കോൺഗ്രസ്സിന് ലഭിക്കാത്ത വിധത്തിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ്സിന് വിജയ സാധ്യതയുണ്ടായിരുന്ന ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും സ്ഥാനാർത്ഥിത്വം അവർക്ക് നൽകിയിട്ടില്ല. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ രാവണീശ്വരം സ്വാഗതം പറഞ്ഞു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി എന്നിവരും തദവസരത്തിൽ സന്നിഹിതരായി. പ്രമുഖ നേതാക്കൾ എത്തിത്തുടങ്ങിയതോടെ ജില്ലയിൽ പ്രചരണ രംഗം സജീവമായി. നേതാക്കളുടെ സാന്നിധ്യം അണികളുടെ ആവേശം വർദ്ധിപ്പിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ജില്ലയിലെത്തിയത് CPM അണികൾക്ക് ആവേശമായി. കൊടക്കാട് വെള്ളച്ചാലിൽ നിന്നായിരുന്നു കോടിയേരിയുടെ പര്യടനം ആരംഭിച്ചത്. രാവിലെ 10 മണിക്കാണ് പൊതുയോഗം നിശ്ചയിച്ചിരുന്നതെങ്കിലും അദ്ദേഹം 1 മണിക്കൂർ വൈകിയാണ് എത്തിയത്. സംസ്ഥാന സെക്രട്ടറി എത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർന്നു. മുദ്രാവാക്യങ്ങളുമായി അവർ പ്രിയ നേതാവിനെ വരവേറ്റു. അരമണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അഴിമതി, വിലക്കയറ്റം, വർഗീയത, തൊഴിലില്ലായ്മ തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ പ്രസംഗത്തിൽ വിഷയങ്ങളായി. മോഡി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി തൊടുത്തുവിട്ടത്. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് പത്മഭൂഷണാണെങ്കിൽ BJPക്ക് പത്മവിഭൂഷൺ നൽകേണ്ടി വരുമെന്ന് കോടിയേരി പറഞ്ഞു. UDFും BJPയും തമ്മിൽ കേരളത്തിൽ അവിശുദ്ധ സഖ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത 30% സീറ്റുകളിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്നും അവർ വ്യക്തമാക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. RSSന്റെ പ്രത്യയശാസ്ത്ര നടപ്പാക്കാൻ കേരളത്തിന്റെ മണ്ണിൽ കഴിയില്ല. ഈ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തിയുള്ളിടത്തോളം കാലം ഈ വർഗീയ ശക്തികൾക്ക് വിളയാടാൻ ഈ കേരളം അനുവദിക്കാൻ പോകുന്നില്ല എന്ന് RSSന് അറിയാം. അതുകൊണ്ടാണ് അവരുടെ യഥാർത്ഥ രൂപം കേരളത്തിൽ പ്രകടിപ്പിക്കാത്തത്. P. കരുണാകരൻ MP, K. കുഞ്ഞിരാമൻ MLA, MV ബാലകൃഷ്ണൻ, PA നായർ, രവീന്ദ്രൻ മാണിയാട്ട് തുടങ്ങിയ നേതാക്കളും സംബന്ധിച്ചു. ചെമ്പ്രകാനം, പരപ്പ, നീലേശ്വരം, പടന്ന, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലും കോടിയേരി തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. അനുവദിച്ച തെരഞ്ഞെടുപ്പ് ചിഹ്നം മാറ്റിയതിനെതിരെ പരാതിയുമായി സ്ഥാനാർത്ഥി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 14-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി രവീന്ദ്രനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ചിഹ്നം അനുവദിക്കുന്ന വേളയിൽ കൊളവയലിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രവീന്ദ്രന് സൈക്കിൾ ചിഹ്നമായി അനുവദിക്കാമെന്ന് വരണാധികാരി ഉറപ്പു നൽകിയിരുന്നതായി രവീന്ദ്രൻ പറയുന്നു. പഞ്ചായത്തിൽ അപ്ലിക്കേഷൻ ഫോമും എല്ലാം കൊടുത്ത് ഹിയറിങ്ങും എല്ലാം കഴിഞ്ഞ് അവസാന ഘട്ടം പിൻവലിക്കേണ്ട ഡേറ്റും കഴിഞ്ഞു. അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ ഐഡൻറ്റിറ്റി കാർഡ് മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ പറയുവാണ്, നിങ്ങളുടെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്, ഞാൻ സൈക്കിൾ ചിഹ്നത്തിലാണ് അപേക്ഷിച്ചത്, ആ ചിഹ്നം എനിക്ക് അനുവദിച്ചു തന്നതാണ്. അവസാന ഘട്ടം ഈ പഞ്ചായത്ത് അധികൃതർ അങ്ങനെ എന്നോട് പറയാൻ പാടില്ല. അതിനെതിരായി ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത്. പ്രചരണ സാമഗ്രികൾ ഒരുക്കിയ രവീന്ദ്രന് ഇത് തിരിച്ചടിയായി. ഓട്ടോറിക്ഷ ചിഹ്നം തനിക്ക് വേണ്ടെന്ന് രവീന്ദ്രൻ പറയുന്നു. തനിക്ക് സൈക്കിൾ ചിഹ്നം മാത്രം മതിയെന്ന നിലപാടിലാണ് രവീന്ദ്രൻ. വരണാധികാരിയുടെ നിലപാടിനെതിരെ ജില്ലാ കലക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് രവീന്ദ്രൻ.
വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെയാണ് തൈക്കടപ്പുറത്തെ ശശിധരൻ ശ്രദ്ധേയനായത്. ഇത്തവണ പോളി ഹൗസിലായിരുന്നു ശശിധരന്റെ കൃഷി. നൂറുമേനി വിളവാണ് ലഭിച്ചതെന്ന് ശശിധരൻ പറയുന്നു. തൈക്കടപ്പുറത്തെ ശശിധരന് കൃഷിയിടത്തിലെ പരീക്ഷണത്തിലാണ് താല്പര്യം. പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച ചരിത്രമാണ് ഇദ്ദേഹത്തിൻ്റേത്. കടുകും ഉരുളക്കിഴങ്ങും ചോളവും ഉള്ളിയുമെല്ലാം വിദൂര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് മുമ്പൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ തൻ്റെ കൃഷിയിടത്തും ഈ കൃഷികളെല്ലാം നൂറുമേനി വിളയിച്ചാണ് ശശിധരൻ നാട്ടുകാർക്ക് അത്ഭുതമായത്. പെയിന്റിംഗ് തൊഴിലാളിയായ ശശിധരൻ രാവിലെയും വൈകിട്ടുമാണ് കൃഷിയിടത്തിൽ സമയം ചെലവഴിക്കുന്നത്. ഇത്തവണ പോളി ഹൗസിലാണ് കൃഷി ഇറക്കിയത്. കക്കരി കൃഷിയിൽ നല്ല വിളവും ലഭിച്ചു. അധ്വാനിക്കാനുള്ള മനസ്സും കൃഷിയോട് സ്നേഹവും ഉണ്ടെങ്കിൽ ഇതെല്ലാം ആർക്കും ചെയ്യാനാകുമെന്ന് ശശിധരൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോളി ഹൗസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. കാരണം അതിലൂടെ ഭയങ്കര വിജയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ കീടനാശിനിയും വേണ്ട, രാസവളം വേണ്ട, പൂർണ്ണമായി ജൈവവളവും പിന്നെ കടലപ്പിണ്ണാക്ക് പിന്നെ പച്ചച്ചാണകം അങ്ങനെ ആഴ്ചതോറും ഒഴിച്ചു കൊടുക്കുന്നു. ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. സെഞ്ചുറി പാർക്കിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ വിനായക സ്റ്റാർ വിഷനും ശ്രീ ഗജാനന സ്റ്റാർ വിഷനും സംയുക്തമായി ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് സർവീസ് ആരംഭിച്ചു. വ്യാഴാഴ്ചയായിരുന്നു പ്രവർത്തനം തുടങ്ങിയത്. സെഞ്ചുറി പാർക്കിലാണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. കണക്ഷൻ ആവശ്യമുള്ള കാസർഗോഡ് പരിധിയിലുള്ളവർ അതത് കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. KCN ചാനലിന്റെ പാർട്ട്ണർമാരായ ദിവാകരൻ, ലോകേഷ് മീപ്പുകുരി തുടങ്ങിയവരാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാർ. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. കുമ്പളയിൽ അട്ടിമറി സംഭവിക്കുമോ? അതല്ല UDF ജൈത്രയാത്ര തുടരുമോ? കുമ്പള പുരാതനമായ പ്രദേശങ്ങളിലൊന്നാണ്. 46,168 ആണ് ഇവിടുത്തെ ജനസംഖ്യ. UDFന് മേൽക്കൈയുള്ള പഞ്ചായത്തിൽ BJPയും ഇടതു പാർട്ടികളും ഏറെ ശക്തമാണ്. ക്രിക്കറ്റ് ഇതിഹാസം അനിൽ കുംബ്ലെയ്ക്ക് കുടുംബപേരുള്ള നാട്. നിരവധി ക്ഷേത്രങ്ങളും പള്ളികളും കൊണ്ട് ധന്യമാണ്. 23 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDFന് 15, JDSന് 1, BJPക്ക് 6, CPMന് 2 അംഗങ്ങളുണ്ട്. 2 പ്രസിഡന്റുമാരാണ് 5 വർഷത്തിനിടയിൽ ഇവിടെ മാറി മാറി ഭരിച്ചത്. ISO അംഗീകാരവും കോൺക്രീറ്റ് റോഡുകളും ക്ഷേമ പെൻഷനുകളും ഭവന പദ്ധതികളുമാണ് വലിയ നേട്ടങ്ങൾ. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മാറ്റങ്ങളല്ലാതെ വേറൊരു വികസനവും ഇവിടെ നടന്നിട്ടില്ലെന്ന് മുഖ്യപ്രതിപക്ഷമായ BJPയിലെ മുരളീധര പറഞ്ഞു. ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ ಕಳೆದ ಬಾರಿ ಕುಂಬಳೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನಲ್ಲಿ 6 ಸೀಟುಗಳನ್ನು ಪಡೆದು 6 ಸೀಟುಗಳಲ್ಲಿ ಕೂಡ ಬಹಳವಾದಂಥ ಅಭಿವೃದ್ಧಿಯ ಕಾಮಗಾರಿಯನ್ನು ಮಾಡಿದೆ. ಒಳ್ಳೆಯ ಪ್ರತಿಪಕ್ಷವಾಗಿ ಕುಂಬಳೆ ಪಂಚಾಯತ್ನಲ್ಲಿ ಮೂಡಿ ಬಂದಿದ್ದು ಜನಪರ ಹೋರಾಟದಲ್ಲಿ ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸಿದಂಥ ಒಂದು ಪಕ್ಷವಾಗಿದೆ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ. ಆದರೆ ಆಮೇಲೆ ಈ UDFನ ಅಧಿಕಾರದಲ್ಲಿ ಬಂದಂಥ ಅಧ್ಯಕ್ಷರು ಪ್ರಥಮವಾಗಿ ರಂಬ್ಲಾ ಅಂತ ಹೇಳುವಂಥ ಅಧ್ಯಕ್ಷರಿದ್ದರು. ಬಹಳ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಆಡಳಿತವನ್ನು ಮಾಡಿದರು. ಕೊನೆಗೆ ಮುಸ್ಲಿಂ ಲೀಗ್ ಮಧ್ಯ ಪ್ರವೇಶ ಮಾಡಿ ಅಲ್ಲಿಂದ ಅಧ್ಯಕ್ಷರ ಬದಲಾವಣೆಯಾಯಿತು. ಅಧ್ಯಕ್ಷರ ಬದಲಾವಣೆ ಆದ ಮೇಲೆ ಯಾವುದೇ ಕಾಮಗಾರಿಗಳಾಗಲಿ ಪಂಚಾಯತ್ನ ವಿಕಸನವಾಗಲಿ ಮತ್ತೆ ಅಭಿವೃದ್ಧಿ ಪಥದಲ್ಲಿ ಬರಲಿಲ್ಲ. ಮತ್ತು ಕೊಡಬೇಕಾದಂಥ ಸೌಲಭ್ಯಗಳನ್ನು ಕೂಡ ಸರಿಯಾಗಿ ಕೊಡಲಿಲ್ಲ. ಜನರಿಗೆ ಇವತ್ತು ಎಲ್ಲ ವಿಷಯವೂ ಕೂಡ ಕುಂಬಳೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಬಗ್ಗೆ ತಿಳಿದ ಕಾರಣ ಜನರೆಲ್ಲರೂ ಕೂಡ ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಕಡೆಗೆ ಸ್ಪಂದಿಸ್ತಾ ಇದ್ದಾರೆ. എന്നാൽ വലിയ വികസനമാണ് ചെയ്തതെന്നും ഈ വികസനം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് പറയുന്നു. ഈ ഗവേണിംഗ് പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മരണം മുതൽ ജനനം വരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായിട്ട് എടുക്കാനുള്ള സംവിധാനമാണ്. പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരമാണ് ആ സമ്പ്രദായം. പിന്നെ 825ഓളം ഭവന പദ്ധതി പാവപ്പെട്ട അർഹതപ്പെട്ട എല്ലാവർക്കും ഏകദേശം 90% ആളുകൾക്കും പഞ്ചായത്ത് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ISO
അംഗീകാരവും പഞ്ചായത്തിന് ഞങ്ങളുടെ ഭരണസമിതി കാലത്താണ് ലഭിച്ചത്. 90% റോഡുകളും കോൺക്രീറ്റും അതുപോലെ തന്നെ ഇൻ്റർലോക്കും അതുകൊണ്ടാണ് നിർമ്മിച്ചത്. 90% ക്ഷേമ പെൻഷനുകളും പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പുരാതനമായി ഈ നാടിൻ്റെ മനസ്സ് മാറുമെന്ന് BJP പറയുമ്പോൾ കുമ്പളയുടെ മനസ്സ് പച്ചയ്ക്കൊപ്പമാണെന്ന് ലീഗും അവകാശപ്പെടുന്നു. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത്. പെൺകുട്ടിയുടെ ബന്ധുക്കളോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശ്രീകാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടപെട്ടതായും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും പെൺകുട്ടിയുടെ ബന്ധുക്കളും BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്തും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ വന്ന പോലീസിന്റെ സഹായത്തോടെയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ആദ്യം മാനഹാനി ഉണ്ടാക്കിയെന്ന പേരിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ വന്നപ്പോഴാണ് കേസ് പീഡനമായി രജിസ്റ്റർ ചെയ്തത് എന്നും ശ്രീകാന്ത് പറഞ്ഞു. ഈ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിലും FIR സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിലും ഉള്ള വീഴ്ച മാത്രമല്ല, അന്വേഷണം മഞ്ചേശ്വരം പോലീസ് നടത്തിയിരിക്കുന്നത് പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. സംഭവ സ്ഥലം മഹസർ തയ്യാറാക്കിയത് ആ പ്രതിക്ക് എങ്ങനെയെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുമോ അത്തരത്തിലാണ് സംഭവ സ്ഥലം തന്നെ മാറ്റിയതാക്കിയത്. ഇവരുടേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള കഴിവുകൾക്കകത്തു നിന്നുകൊണ്ട് ആ ശ്രമങ്ങൾ നടത്തുകയും പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയം പറഞ്ഞാൽ അവിടെ ഉള്ള പ്രതി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പോലീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടുന്ന് 2-3 സാഹചര്യത്തിൽ രക്ഷപ്പെടുന്നതായിട്ടാണ് ഇവർക്കുള്ള പരാതി. അപ്പോൾ പോലീസ് ഇതിൽ ഒരു സാധാരണഗതിയിലുള്ള അനാസ്ഥയൊന്നുമല്ല, ബോധപൂർവമായിട്ട് പ്രതിയെ സംരക്ഷിക്കാനും ഈ കേസ് അട്ടിമറിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ബന്ധുക്കളായ സാവിത്രി ഭാസ്കരൻ, അമിത, സുനിൽകുമാർ, സാംബവി, ദയാവതി എന്നിവരും ശ്രീകാന്തിനോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തീവ്രവാദത്തിനെതിരെ ബഹുജന മുന്നേറ്റം എന്ന വിഷയത്തെ ആസ്പദമാക്കി സൗഹൃദ സമ്മേളനം സംഘടിപ്പിക്കും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീവ്രവാദത്തിനെതിരെ ബഹുജന മുന്നേറ്റം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ സൗഹൃദ സമ്മേളനം ഒക്ടോബർ 25 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ കാഞ്ഞങ്ങാട് കുളിയങ്കാലിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. P. കരുണാകരൻ MP, MC കമറുദ്ദീൻ, അസീസ് കടപ്പുറം, സാജിദ് മൂവൽ, VV രമേശൻ, വത്സലൻ CK തുടങ്ങിയ രാഷ്ട്രീയ പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിക്കും. പ്രമുഖ പണ്ഡിതന്മാരായ ഹുസൈൻ സലഫി, മുജാഹിദ് ബാലുശ്ശേരി, CP സലീം, താജുദ്ദീൻ സൊലാഹി എന്നിവർ പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അസഹിഷ്ണുതക്കെതിരെ, തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ജനകീയ മുന്നേറ്റം, തീവ്രവാദത്തിനെതിരെ ബഹുജന മുന്നേറ്റം എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട ഒരു ബഹുജന സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ 25-ാം തീയതി കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ്. വാർത്താ സമ്മേളനത്തിൽ മുജാഹിദ് ദഅ്വ സമിതി ജില്ലാ ചെയർമാൻ M. മുഹമ്മദ് കുഞ്ഞി, മുജാഹിദ് ദഅ്വ ജോയിന്റ് കൺവീനർ KC മുഹമ്മദ്, MSM ജില്ലാ സെക്രട്ടറി അസ്ഹുദ്ദീൻ മദനി എന്നിവർ പങ്കെടുത്തു. പപ്പായ കൃഷിയിലൂടെ ശ്രദ്ധേയനായ കർഷകനാണ് ചോയ്യങ്കോട്ടെ MD ജോസഫ്. നാട്ടിൽ പച്ചക്കറികൾക്ക് തീവില ഉള്ളപ്പോഴും നാട്ടുകാർക്ക് പേടി വേണ്ട. ജോസഫിന്റെ കൃഷിയിടത്തിൽ പപ്പായ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. നല്ല ഭക്ഷണത്തിനും ആരോഗ്യശീലത്തിനും പപ്പായ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പച്ചക്കറികൾ വിഷമയവും വിലക്കൂടുതലും കൊണ്ട് അടുക്കാനാവാത്ത സ്ഥിതിയായതോടെ പപ്പായയ്ക്ക് ആവശ്യക്കാരും ഏറിയിട്ടുണ്ട്. ചോയ്യങ്കോട്ടെ MD ജോസഫിന്റെ വീട്ടിലേക്ക് പപ്പായ വാങ്ങാൻ പതിവുകാർ തന്നെ നിരവധിയാണ്. പാറപ്രദേശത്ത് മണ്ണിട്ട് കൃഷിയിടമൊരുക്കിയാണ് ജോസഫ് ഇവിടെ അത്യധ്വാനം ചെയ്യുന്നത്. കൃഷിയെ സ്നേഹിക്കാനുള്ള ഈ മനസ്സിനെ അഭിനന്ദിക്കുന്നവരും കുറവല്ല. എന്തായാലും ജനങ്ങൾ ജൈവകൃഷിയെ ഇഷ്ടപ്പെടണമെന്നും കൃഷിയിലേക്ക് തിരിയണമെന്നും തന്നെയാണ് ജോസഫിന്റെയും അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദ്യാക്ഷരത്തിന്റെ പുണ്യം തേടി കുരുന്നുകൾ. ജില്ലയിൽ ഹരിശ്രീ കുറിച്ചത് ആയിരങ്ങൾ.
നാടിനെ കണ്ണീരിലാഴ്ത്തി പിഞ്ചുകുഞ്ഞുങ്ങളുടെ വിയോഗം. തളങ്കര മാലിക് ദിനാർ കുളത്തിൽ മുങ്ങി മരിച്ച കുട്ടികൾക്ക് അന്ത്യാഞ്ജലി. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കീഴടങ്ങിയെന്ന BJP നേതാവ് കെ സുരേന്ദ്രൻ. ലീഗിന്റേത് സാമുദായിക അജണ്ടയാണെന്നും സുരേന്ദ്രൻ. ജനങ്ങളിൽ ആവേശത്തിരയിളക്കി ജനനേതാക്കൾ ജില്ലയിൽ. സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് ചിഹ്നം മാറിയതായി സ്ഥാനാർത്ഥിയുടെ പരാതി. കാഞ്ഞങ്ങാട് നഗരസഭയിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പരാതിയുമായി രംഗത്ത് വന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.